വിശുദ്ധരും തങ്ങളുടെ കാവൽ മാലാഖമാരോട് ആഴമായ ബന്ധം സ്ഥാപിച്ചിട്ടുള്ളവരായിരുന്നു. ഇങ്ങനെയൊരു വിശുദ്ധനായിരുന്നു പഞ്ചശതധാരിയായ പാദ്രി പിയോ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു സംഭവം ഇക്കാര്യം അരക്കിട്ടുറപ്പിക്കുന്നതാണ്. വിശുദ്ധ പാദ്രി പിയോയുടെ അടുത്ത് വന്ന് ധാരാളം ആളുകൾ പ്രാർത്ഥിച്ചിരുന്നു. ഒരിക്കൽ ഒരു അമ്മ കുറെ നാളുകളായിട്ട് തന്റെ മകനെ കാണാനില്ല, അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നേലും അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് വിഷമത്തോടെ വിശുദ്ധനോട് പറഞ്ഞു. ഇത് കേട്ട പാദ്രി പിയോ പറഞ്ഞു, മകൻ ഒരു കത്ത് എഴുതി മേശപ്പുറത്ത് വെക്കുക. ആ അമ്മ കത്ത് എഴുതി വച്ചു. ഉടനെ അതെടുത്തുകൊണ്ട് പോയി ആ മകന് കൊടുക്കുക എന്ന് കാവൽ മാലാഖയോട് പറഞ്ഞു. അപ്പോൾ തന്നെ കാവൽ മാലാഖ അപ്രകാരം ചെയ്തു. കത്ത് വായിച്ച് മാനസാന്തരപ്പെട്ട മകൻ വീട്ടിൽ തിരിച്ചെത്തി അമ്മയോടൊപ്പം താമസിച്ചു. ഓരോ വിശ്വാസിയുടെയും സമീപത്ത് അവന്റെ ജീവിതത്തിന് വഴികാട്ടിയും ഇടയനും എന്ന പോലെ സംരക്ഷകനായ ഒരു മാലാഖ ഉണ്ടെന്നത് ആരും നിഷേധിക്കാതിരിക്കട്ടെ എന്ന് കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. നമുക്കും നമ്മുടെ കാവൽ മാലാഖയെ കൂടുതലായിട്ട് ആശ്രയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാം.